അങ്ങനെ രാമസേതു എന്താ പറയുക പാലം ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ കല്ലിന്റെ മേലെ ജയ് ശ്രീറാം എന്ന് എഴുതിയിട്ട് വെക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടൊരു കുഞ്ഞി സ്ക്വിരൽ ഉണ്ടായിരുന്നു. അപ്പൊ സ്ക്വിരൽ എന്ത് ചെയ്തു? സ്ക്വിരലിന് പറ്റുന്ന പോലെ ഇവിടുന്ന് എന്താ പറയുക കല്ലെടുക്കുക അവിടെ കൊണ്ടുപോയി വെക്കുക, കല്ലെടുക്കുക അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പൊ പറയുന്നത് ശ്രീരാമന് ആ ഒരു സ്ക്വിരലിനോട് ഭയങ്കര ക്യൂട്ട്നെസ് തോന്നിയിട്ട് അതിനിങ്ങനെ 3 വിരൽ കൊണ്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ തലോടി എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് സ്ക്വിരൽസിന് 3 വര ബാക്കിലുള്ളതെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ രാമസേതു ഉണ്ടാക്കി വാനരസേനയും എന്താ പറയുക ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാൻജിയും ഒക്കെ ലങ്കയിലെത്തി മഹായുദ്ധം തുടങ്ങി. ശരിക്കും യുദ്ധത്തിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. കുംഭകർണൻ, അതായത് 6 മാസം ഉറങ്ങും, 6 മാസം ഭക്ഷണം കഴിക്കും. അവരുണ്ടായിരുന്നു. അഹിരാവൺ എന്ന് വെച്ചാൽ ബ്ലാക്ക് മാജിക്കിന്റെ അങ്ങേ അറ്റാണ്. അങ്ങനെ 10 തലയുള്ള രാവണൻ, അതായത് സീതേനെ കട്ടുകൊണ്ടുപോയ 10 തലയുള്ള ഭയങ്കര രാക്ഷസനായിട്ടുള്ള രാവണൻ. ഇവരെയൊക്കെ തോൽപ്പിച്ച് ശ്രീരാമനും സീതയും ഒരുമിച്ച് അയോധ്യയിലേക്ക് വന്നു എന്നാ പറയുന്നത്. വന്ന അന്നാണ് ദീപാവലി ലൈറ്റ്സ് കത്തിച്ച് അവരെ വിജയം, അതായത് ജയം ആഘോഷിക്കുകയാണ് ദീപാവലി എന്ന് പറയും.